ശ്രീലക്ഷ്മി അറയ്ക്കൽ, ഉളുപ്പുണ്ടോ തള്ളേ നിങ്ങക്ക്? ഏ നാണം, മാനം, ഉളുപ്പ്, മനസാക്ഷി ഇതിലേതെങ്കിലും ഒരു സാധനം നിനക്കുണ്ടോ? ഫെമിനിച്ചി ആണ് പോലെ ഫെമിനിച്ചി. ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 19 വയസ്സുള്ള ലേഡി ഒരു കുഞ്ഞിനെ ബാത്റൂം വെച്ച് പ്രസവിക്കുകയും അതിനെ ബാത്റൂമിന്റെ വിൻഡോ വഴി പുറത്തോട്ട് വലിച്ചെറിയുകയും ചെയ്തൊരു ന്യൂസ്. ആ ന്യൂസിന് ഈ ഫെമിനിച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 19 വയസ്സ് പ്രായമായ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, വലിച്ചെറിഞ്ഞു. അതിനെ കൊടും പാവമായി ചിത്രീകരിക്കുന്ന മീഡിയകൾ. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് അതിലും ഭീകരം. കേരളം ഈ അടുത്ത കാലത്തൊന്നും നന്നാകാൻ പോകുന്നില്ല. നിനക്കിത് കൊടും ബാധകമൊന്നും ആയിരിക്കത്തില്ല. കാരണം അത്യാവശ്യം മനസാക്ഷിക്കുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കൊള്ളത്തുള്ളൂ. കണ്ടവന്മാരുടെ കൂടെ ഒക്കെ പോയി മറ്റേ പരിപാടി നടത്തിയിട്ട് എന്നെ പടക്കം എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ വ്യക്തിയാണല്ലോ. നിന്നെ പോലെയുള്ള ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ഒരെണ്ണത്തിനും ഇത് പാപമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ട് ഇതുപോലെ കുറെ ജന്മങ്ങളുണ്ട് ഭൂമിയിൽ, ഭൂമിക്ക് വരെ ഭാരമായിട്ട്. ഇവള് സ്വയം നന്നാവത്തോ ഇല്ല, ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കേ വേണം. ആദ്യം നീ നന്നാവണം, നിന്റെ ചിന്താഗതി നന്നാവണം. എന്നിട്ട് ഫെമിനിച്ചി മറ്റതും മറിച്ചതെന്നും പറഞ്ഞിട്ട് നാടിന് നന്നാക്കാൻ ഇറങ്ങ്. ഇത് നീ ഒട്ടും നന്നാവോ ഇല്ല, എന്നാൽ നാട് മൊത്തം നന്നാക്കണോ അതും വേണം. തന്ത വെറും ഒരു ഡാഷ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന നിനക്കൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ നിർത്തി. ഇനി നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കേൾക്കാം. ഞാൻ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോ വാവിട്ട് വല്ലതും പറഞ്ഞു പോകും. അതുകൊണ്ടാ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇയാൾ വരുന്നത്, പേഷ്യന്റ് വരുന്നത്. അപ്പൊ ഭയങ്കര ഒരു അബ്ഡോമിനൽ പെയിനും ബാക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞ പീരീഡ്സ് ആണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ഒരു സിവിയർ പെയിൻ ആയിരുന്നു. ഹിസ്റ്ററിയും ആ ഒരു സിംറ്റമായിട്ട് മാച്ച് ആയിട്ട് നമ്മൾ ചോദിച്ചു സ്കാൻ തന്നെ എടുത്തിട്ടുണ്ടോ, നേരത്തെ ഹിസ്റ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല എന്നാ പറഞ്ഞത്. സ്കാൻ എടുത്തിട്ടുണ്ട്, എന്തോ വയറ്റ് എന്തോ കൊഴുപ്പുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ മെഡിക്കേഷൻസ് മതി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പെയിൻ്റെ മെഡിക്കേഷൻസ് കൊടുത്തു. അകത്ത് ഒബ്സർവേഷനിൽ എടുത്തിട്ട് പറഞ്ഞു സ്കാൻ എടുക്കണം, മണ്ടാനത്ത് കാണിക്കണമെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷെ നമുക്കൊരു സസ്പിഷൻ ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. പ്രഗ്നൻസിയുടെ ഒരു സയൻസ് ഒക്കെ വയറ്റിൽ കാണുന്നുണ്ടായിരുന്നു. വയറ് പരിശോധിക്കാനും പുള്ളിക്കാരി വില്ലിങ് അല്ലായിരുന്നു, ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഒരു 12 മണി വെളുപ്പിന് 12 മണി കഴിഞ്ഞ ശേഷം നമുക്കൊരു ബാത്റൂമിൽ ഒരു കുട്ടീന്റെ കരച്ചിൽ കേട്ടത് തുടർന്നാണ് നമ്മൾ ബാത്റൂം പോയി പരിശോധിക്കുന്നത്. ബാത്റൂമിൽ ഒരു സൈൻസ് ഓഫ് ഡെലിവറി പോലെ കണ്ടു. അതായത് നമ്മള് മെക്കോണിയം പാസ് ചെയ്തതും അവിടെ ഫുള്ള് ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് അറിയത്തില്ല, മിക്കവാറും വലിച്ച് ക്ലിയർ ചെയ്യുകയായിരിക്കും ചെയ്തത്. അങ്ങനെ നമ്മളെ കുട്ടീനോട് ചോദിക്കുന്നുണ്ട് ഇയാള് പറ ഡെലിവറി എല്ലാം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. നമ്മളവിടെ എല്ലാം ബാത്റൂമിലെല്ലാം പരിശോധിച്ചു, ക്ലോസറ്റിലൊക്കെ പരിശോധിച്ചിട്ട് നമ്മളൊന്നും കണ്ടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ജനലിന് പുറകില് ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റന്റിനോട് പുറത്തേക്ക് പോയി നോക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ അവിടെ കുട്ടീനെ കണ്ടു. കുട്ടി സ്റ്റേബിൾ ആണ്, കുഴപ്പമില്ല, കാര്യമൊക്കെ ചെയ്തു, ഓക്കെ ആയിരുന്നു. കൊടുത്തിട്ടാണ് നമ്മൾ അമ്മേനെയും കുഞ്ഞിനെ വണ്ടാനത്തേക്ക് പെൺകുട്ടിയാണ്. 9 months ടേം ബേബി എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പ്രീ ടേം ലക്ഷണം ഒന്നും കണ്ടിട്ട് തോന്നിയില്ല. പിന്നെ അവര് ഗൈനക്കും പീഡിയാട്രീഷ്യൻ കാണിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതിന് നമ്മൾ പുള്ളിക്കാരി ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിട്ടു. അതായത് ചെക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു. വേറെ ബേബിയും മാത്രം ഓക്കെയാണ്. പൊക്കിൾക്കൊടിയൊക്കെ വലിച്ചു പറിച്ചെടുത്തെന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് നോക്കുന്നത്. ഞാൻ ആലോചിക്കുന്നതൊന്നുമല്ല, ഈ 9 മാസമായിട്ടും ഈ പെണ്ണിന്റെ വീട്ടുകാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ, അല്ലെങ്കിൽ വീട്ടുകാർ ഇതൊന്നും അറിയുന്നില്ലേ? അതോ പിള്ളേരെയും ശ്രദ്ധിക്കാതെ എങ്ങനെയും പോട്ടെ, ഏതേലും വഴി പോയാൽ മതി, ഞങ്ങൾ ഏതേലും വഴി പൊക്കോളാന്ന് പറഞ്ഞ അങ്ങനെ നടക്കുവാന്നോ? അല്ല, ഇത്രയും മാസമായിട്ട് ഇതൊന്നും വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക. ഇത്രയും മറച്ചു വെച്ച് ബാത്റൂമില് പ്രസവ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ വേദനയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ആ വേദനയും സഹിച്ച് ബാത്റൂമിൽ പോയി പ്രസവിച്ച് അതിന്റെ പൊക്കുകൾ കൂടി വലിച്ചു പറിച്ചെടുത്ത് അതിനെ ജനൽ വഴി പുറത്തേക്ക് എറിയണമെങ്കിൽ ആ പെണ്ണിന്റെ ഒരു മാനസികാവസ്ഥ എത്രമാത്രം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. നോർമലായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ലേഡി പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും
ഇതുപോലെയുള്ള പ്രസവങ്ങളിൽ കാണാനില്ല. ഈസി ആയിട്ട് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് പ്രസവിക്കുക, അതിനെ കൊണ്ട് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കളയുക. എന്താ ഈസി പരിപാടിയല്ലേ. നോർമലായിട്ട് നടക്കുന്നിടത്തൊക്കെ കോംപ്ലിക്കേഷൻസും ഇതുപോലെ ഉള്ളിടത്തൊക്കെ ഈസി പണിയും. ന്യൂസിലൊക്കെ പറയുന്നുണ്ട് 19 വയസ്സ് വരെയാണ് പകച്ചു പോയിട്ടുണ്ടാവുന്നത്. പ്രസവിച്ച് ഇതിനെ വലിച്ച് പുറത്തേക്ക് എറിയുമ്പോ ഒരു പകപ്പും ഇല്ല, ഞെട്ടലും ഇല്ല, ഒന്നും ഇല്ല അല്ലെ. വീട്ടുകാരെ 10 മാസം പറ്റിക്കുന്നതിൽ പകപ്പില്ല. അതെല്ലാം പ്ലാനിങ് ആണ്. 10 മാസം പറ്റിക്കുന്നതിൽ പ്ലാനിങ്, അടുത്ത ജനൽ വഴി പുറത്തോട്ട് എറിയുന്നത് പ്ലാനിങ്. പക്ഷെ പ്രസവിക്കുമ്പോ മാത്രം പകപ്പ്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വീട്ടുകാരെ പറഞ്ഞാ മതി. ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കുവല്ലേ, ശ്രദ്ധിക്കേണ്ടടുത്ത് ശ്രദ്ധിക്കോ ഇല്ല. പെമ്മക്കളാണ്, ഏത് വഴിക്ക് പോന്നോ എന്ത് ചെയ്യുന്നോ ഒന്നും അറിയണ്ട, അങ്ങ് അഴിച്ചങ്ങ് വിട്ടേക്ക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് വരിക, അപ്പൊ ഇരുന്ന് നെഞ്ചത്തടിച്ചിരുന്ന് കരയുക. കൊള്ളാം കൊള്ളാം, നല്ലതാ. ശരി എന്നാ.